നമുക്ക് ചെറിയ ചെറുപ്പത്തിൽ തൊട്ട് നിങ്ങൾ മാഗ്നറ്റ്സ് കണ്ടിട്ടുണ്ടാവും അല്ലെ? അപ്പം മാഗ്നറ്റിക് മെറ്റീരിയൽസ്, അതായത് ഫെറോ മാഗ്നറ്റിക്, ഫെറി മാഗ്നറ്റ്, പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസ് ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള മെറ്റീരിയൽസ് കൊണ്ടാണ് ഈ പെർമനന്റ് മാഗ്നറ്റ്സ് ഉണ്ടാക്കുന്നത്. ഈ പെർമനന്റ് മാഗ്നറ്റ്സിനെ കുറിച്ചുള്ള നമ്മുടെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് 5th ചാപ്റ്ററിലാണ് വരുന്നത്, മാഗ്നറ്റിസം ആൻഡ് മാറ്റർ. അപ്പൊ ഇതില് മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം, അതായത് ഒരു ചാർജ് റെസ്റ്റിൽ ഇരിക്കുമ്പോൾ അതിന് ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, അത് മൂവ് ചെയ്താല് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ മൂവ് ചെയ്യുന്ന ചാർജസിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡും കൂടി ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് പരിചയം ഉണ്ടായിരിക്കും. അപ്പൊ പണ്ട് കാലത്ത് ഈ കാര്യം ആർക്കും അറിയില്ലായിരുന്നു. അതായത് ചാർജ് മൂവ് ചെയ്താൽ കറണ്ട് ആണ്. അപ്പം കറണ്ട് ക്യാരി ചെയ്യുന്ന കണ്ടക്ടറിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുമെന്നുള്ളത് ഒരു ആക്സിഡന്റൽ ഡിസ്കവറിയാണ്. HC ഓർസ്റ്റഡ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഒരു എക്സ്പെരിമെന്റ് ചെയ്തതിന്റെ ഇടയിൽ കറണ്ടുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എക്സ്പെരിമെന്റ് ആയിരുന്നു. അപ്പൊ അതിന് സൈഡിൽ ഒരു കോമ്പസ് നീഡിൽ ഉണ്ടായിരുന്നു. കോമ്പസ് നീഡിൽ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. നമ്മൾ വടക്ക് നോക്കി യന്ത്രം എന്ന് പറയുന്ന അതാണ് കോമ്പസ് നീഡിൽ എന്ന് പറയുന്നത്. നമ്മുടെ ഒരു ചെറിയ മാഗ്നറ്റ് ആണ്. അത് എർത്തിന്റെ നോർത്ത് സൗത്ത് ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പൊ സാധാരണയായിട്ട് ഈ കോമ്പസ് നീഡിനടുത്തേക്ക് നമ്മൾ വേറൊരു മാഗ്നറ്റ് കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ ആ കോമ്പസ് നീഡിൽ ഡിഫ്ലക്ട് ചെയ്യും, ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ഡിഫ്ലക്ട് ചെയ്യും മാഗ്നറ്റ് കൊണ്ടുവന്ന് വെച്ചാൽ. അപ്പൊ അതുപോലെ തന്നെ കറണ്ട് സ്വിച്ച് ഓൺ ചെയ്തപ്പം കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന്റെ സൈഡില് വെച്ചിരുന്ന മാഗ്നറ്റിക് നീഡിൽ ഡിഫ്ലക്ട് ചെയ്യുന്നതായിട്ട് കണ്ടു. അപ്പൊ അതിൽ നിന്നാണ് മാഗ്നറ്റ് മാത്രമല്ല കറണ്ട് ക്യാരി ചെയ്യുന്ന, അല്ലെങ്കിൽ കറണ്ടിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്ന് HC ഓർസ്റ്റഡ് കണ്ടെത്തിയത്. അപ്പൊ നമുക്ക് ആ HC ഓർസ്റ്റഡിന്റെ എക്സ്പെരിമെന്റിന്റെ ചെറിയ വീഡിയോ നോക്കാം. My job is to make college easier because students have a lot of fun. Sorry, coach. Please. Mike Harper, an econ major. Oersted's experiment. In 1820, Hans Christian Ørsted performed a simple experiment and discovered the magnetic effect of electric current. The experimental setup, similar to the Ørsted's experiment, which led to of electric current, is shown in the. ഇതില് നോക്കുക, ഓർസ്റ്റഡിന്റെ എക്സ്പെരിമെന്റിന്റെ ഒരു സിമിലർ ആയിട്ട് ഒരു എക്സ്പെരിമെന്റ് ആണ് കാണിച്ചിരിക്കുന്നത്. ഒരു ബാറ്ററിയിൽ നിന്ന് കറണ്ട് ഫ്ലോ ചെയ്യുന്നു, ഒരു വയറിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നു. അപ്പൊ കറണ്ടിന്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യാൻ വേണ്ടി ഒരു കീ, നമ്മൾ 1 വേ കീ 2 വേ കീ എന്നൊക്കെ പറഞ്ഞു, ഇതൊരു കമ്മ്യൂട്ടേറ്റർ കീ ആണ്. കറണ്ടിന്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു റിയോസ്റ്റാറ്റ് നമ്മൾ പൊട്ടൻഷ്യോമീറ്ററിൽ കണ്ടു, ഓംസ് ലോയിലും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഈ പൊട്ടൻഷ്യോമീറ്റർ കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പം കറണ്ട് സ്വിച്ച് ഓൺ ചെയ്യുമ്പം എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. A conductor or conducting wire AB lying in north-south direction is connected to a battery V through a commutator or tapping key K and rheostat RH. A magnetic compass needle NS is placed just below the conductor AB. Initially, when no current passes through the wire AB, the magnetic compass needle shows no deflection. When an electric current passes through the wire placed above the compass needle, the magnetic compass needle got deflected from its normal position, which is along north-south direction. On reversing the direction of electric current through the wire. അപ്പൊ അത് നമ്മൾ ആദ്യം കണ്ടത് ഒരു ഡയറക്ഷനിൽ കറണ്ട് പോകുമ്പോൾ കോമ്പസ് നീഡില് യൂഷ്വലി അത് സ്റ്റഡി ആയി നിൽക്കുന്നത് ഡിഫ്ലക്ട് ചെയ്യുന്നു. ഇനി കറണ്ടിന്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്തിട്ട് കോമ്പസ് നീഡിൽ മുകളിൽ നിന്ന് ഹാങ് ചെയ്യുന്നു. ആ സമയത്ത് he observed that the magnetic compass needle got deflected in the opposite direction. Also, the deflection of the compass needle increased when the magnitude of electric current through the wire was increased or when the compass needle was brought closer to.
അതായത് പല ഡയറക്ഷനിൽ കോമ്പസ് നീഡിൽ വെച്ച് നോക്കി. അപ്പൊ അതിന്റെ ജനറൽ ആയിട്ട് കോമ്പസ് നീഡിലെ പാത്ത് ഒരു സർക്കുലർ പാത്തിലാണ് കോമ്പസ് നീഡില് നോർത്ത് പോയിന്റ് ചെയ്യുന്നതായിട്ട് കണ്ടു. അപ്പൊ ഈ സർക്കിൾസ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കാണിക്കാനാണ്. പിന്നീട് ഒന്നും കൂടെ ഇതിന്റെ നിന്നുള്ള കറണ്ടിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്തപ്പോൾ ഇതിൽ ഡിഫ്ലക്ഷൻ കൂടുതലായിട്ട് കണ്ടു. The wire. അതായിരുന്നു ഓർസ്റ്റഡിന്റെ എക്സ്പെരിമെന്റ്. HC ഓർസ്റ്റഡ്, ഹാൻസ് ക്രിസ്റ്റ്യൻ ഓർസ്റ്റഡിന്റെ എക്സ്പെരിമെന്റ് വഴിയാണ് ആദ്യമായിട്ട് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ക്യാൻ പ്രൊഡ്യൂസ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് കണ്ടുപിടിച്ചത്. അതായത് കറണ്ടും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിച്ചത് HC ഓർസ്റ്റഡ് ആണ്. അപ്പം അതിനു മുന്നേ വരെ മാഗ്നറ്റ്സ് ഉണ്ടായിരുന്നു, മാഗ്നറ്റിന്റെ പല പ്രോപ്പർട്ടീസും അറിയാമായിരുന്നു. പക്ഷെ ഒരു കറണ്ട് ക്യാരി അല്ലെങ്കിൽ ചാർജസ് മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളത് ഈ ഓർസ്റ്റഡിന്റെ എക്സ്പെരിമെന്റിന് ശേഷമാണ് കണ്ടെത്തിയത്. അപ്പൊ നമ്മുടെ ഈ ചാപ്റ്ററിന്റെ പേര് തന്നെ അതാണ്, മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം. മൂവിങ് ചാർജസ് എന്ന് പറയുന്നത് കറണ്ട് ആണ്. അപ്പൊ അതും മാഗ്നറ്റിസവും തമ്മിലുള്ള റിലേഷൻ ആണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ ഉള്ളത്. പിന്നീട് ഇനി നമുക്ക് നെക്സ്റ്റ് ഉള്ളത് ഈ ഓർസ്റ്റഡ് എക്സ്പെരിമെന്റിന് ശേഷം മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ്, അതായത് നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് കിട്ടണമെങ്കിൽ ഒന്നെങ്കിൽ മാഗ്നറ്റിക് മെറ്റീരിയൽസ്, മാഗ്നറ്റ്സ് ഉണ്ടെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് കിട്ടും. അല്ലെങ്കിൽ എന്താണ്, കറണ്ട് ക്യാരിയിങ് കണ്ടക്ടേഴ്സ് ഓർ മൂവിങ് ചാർജസ് ഉണ്ടെങ്കിലും നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് കിട്ടും. അപ്പൊ നമ്മള് ഫസ്റ്റ് ചാപ്റ്റേഴ്സിൽ ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ച് പഠിച്ചു. ഇലക്ട്രിക് ഫീൽഡിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ കണ്ടു. ഒരു ചാർജ് ക്യൂ, അതിന് ചുറ്റും പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിന് ചുറ്റുമുള്ള ഒരു റീജിയൻ ആണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. വേർ ഇറ്റ്സ് പ്രസൻസ് ക്യാൻ ബി ഫെൽറ്റ് ബൈ അതർ ചാർജസ് or its force of attraction or repulsion is felt by other charges. അപ്പൊ അതിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് വിളിക്കുന്നത്. അതുപോലെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഒരു സിംഗിൾ ചാർജ് ആണെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് 1/4πε0 Q/r². R എന്ന് പറഞ്ഞ ഡിസ്റ്റൻസിലാണ് Q ചാർജ് ആണെങ്കിൽ ഇതായിരുന്നു ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡിന്റെ ഇക്വേഷൻ. അപ്പൊ ഇലക്ട്രിക് ഫീൽഡിന് കുറെ പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡും സാധാരണ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ B എന്ന് പറയുന്ന സിമ്പൽ ആണ് മാഗ്നറ്റിക് ഫീൽഡിന് ഉപയോഗിക്കുന്നത്. അത് മറന്നു പോകരുത്, B എന്നുള്ള സിമ്പൽ ആണ്. അപ്പൊ ഈ മാഗ്നറ്റിക് ഫീൽഡും സിമിലർ പ്രോപ്പർട്ടീസ്, ഇലക്ട്രിക് ഫീൽഡ് പോലെ തന്നെ സിമിലർ പ്രോപ്പർട്ടീസ് കാണിക്കും. പിന്നെ അതായത് നമ്മുടെ നിങ്ങൾ ഈ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസത്തിന്റെ ടെക്സ്റ്റിലെ ഇൻട്രൊഡക്ഷൻ പേജസും അതുപോലെ തന്നെ നെക്സ്റ്റ് 4.1ഉം 4.21ഉം റീഡ് ചെയ്യുക. അപ്പൊ അതിൽ കുറെ കാര്യങ്ങൾ, ജനറൽ ആയിട്ട് കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡിന്റെ പ്രോപ്പർട്ടീസ് പോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡിനും ഉണ്ട്. ഇലക്ട്രിക് ഫീൽഡ് ഒരു സിംഗിൾ ചാർജ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്, മൂവിങ് ചാർജസ് പ്രൊഡ്യൂസ് ചെയ്യും അല്ലെങ്കിൽ മാഗ്നറ്റിക് മെറ്റീരിയൽസ് പ്രൊഡ്യൂസ് ചെയ്യും. ആക്ച്വലി ഈ മാഗ്നറ്റിക് മെറ്റീരിയൽസിന്റെ ഉള്ളിലും മൂവിങ് ചാർജസ് തന്നെയാണുള്ളത്, മാഗ്നറ്റിക് ഡൈപോൾസ്. നമ്മൾ എർത്ത് തന്നെ ഒരു മാഗ്നറ്റ് ആയിട്ട്, ലാർജ് മാഗ്നറ്റ് ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഉള്ളിലും ഇതിലും ഇതുപോലെ തന്നെ കറണ്ട് എലമെന്റ് തന്നെയാണ് ശരിക്കും മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ആ ഭാഗത്ത് വേണ്ടത് ലൈക്ക് ഇലക്ട്രിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ് ഓൾസോ ഒബേസ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. ഇത് നിങ്ങൾ നോട്ട് ആയിട്ട് എഴുതണമെന്നില്ല, ടെക്സ്റ്റിലെ ആ രണ്ട് ഞാൻ പറഞ്ഞ 4.1ഉം 4.21ഉം നോക്കിയാൽ മതി. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഒബേ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡിന്റെ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്താണെന്ന് ഒന്നും കൂടി ഒന്ന് ഓർത്ത് നോക്കുക. ഇലക്ട്രിക് ഫീൽഡിലെ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളിൽ പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ നമ്പർ ഓഫ് ചാർജസ് വിൽ ബി വെക്റ്റർ സം ഓഫ് ഫീൽഡ് ഡ്യൂ ടു ഇൻഡിവിജ്വൽ ചാർജസ് ആണ്. അതായത് കുറെ ചാർജസ് ഉണ്ട്, അപ്പൊ അതെല്ലാം കൂടി ഒരു പ്ലേസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണമെങ്കിൽ അതിന്റെ വെക്റ്റർ സം എടുത്താൽ മതി. അപ്പൊ അതുപോലെ തന്നെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ നമ്പർ ഓഫ് മാഗ്നറ്റിക് എലമെന്റ്സ്.
മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ മെറ്റീരിയൽസ് അത് എന്താണ് മാഗ്നറ്റ്സ് ആവാം, മൂവിങ് ചാർജസ് ആവാം. സോ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ നമ്പർ ഓഫ് സോഴ്സസ് വിൽ ബി ഈക്വൽ ടു വെക്റ്റർ സം ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ഇൻഡിവിജ്വൽ സോഴ്സസ്. ഓരോ പ്ലേസിലും പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് അതിന്റെ എല്ലാം കൂടെ വെക്റ്റർ സം എടുത്താൽ മതി. ഇപ്പം വെക്റ്റർ സം നമ്മൾ പറഞ്ഞു. അപ്പം ഒരു കാര്യം ഓർക്കുക, നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. അപ്പൊ അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് എന്ത് തന്നെയാണ്, ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി തന്നെയാണ്. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഒക്കെ എങ്ങനെ വരും എന്ന് നമുക്ക് നെക്സ്റ്റ് കാണാം. നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മളൊരു ബാർ മാഗ്നറ്റ് എന്നൊക്കെ നിങ്ങൾ ഹൈസ്കൂളിൽ കേട്ടിട്ടുണ്ട്. നോർത്ത് പോൾ ഉണ്ടാവും, സൗത്ത് പോൾ ഉണ്ടാവും. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ സാധാരണ മാർക്ക് ചെയ്യുന്നത് മാഗ്നറ്റിന്റെ പുറത്ത് നോർത്ത് ടു സൗത്ത് ആണ്. നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് പോസിറ്റീവ് ടു നെഗറ്റീവ് എന്ന് പറയുന്നത് പോലെ ഈ മാഗ്നറ്റിന്റെ കേസിൽ പോസിറ്റീവിന് പകരം നോർത്ത് പോളാണ് വരുന്നത്. അപ്പൊ നോർത്ത് ടു സൗത്ത് ആണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ വരിക. അപ്പം എന്തായാലും കറണ്ട് പോലെയൊന്നുമല്ല, ഒറിജിനലി മാഗ്നറ്റിക് ഫീൽഡ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി തന്നെയാണ്. സോ ദ മാഗ്നറ്റിക് ഫീൽഡ് ഒബേസ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. അതായത് ഏതെങ്കിലും ഒരു പ്ലേസിലെ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ആ പ്ലേസിലെ എല്ലാ സോഴ്സും കൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ വെക്റ്റർ സം ആയിരിക്കും. ഇതൊക്കെയാണ് ഇൻട്രൊഡക്ഷൻ ആയിട്ട് വേണ്ടത്. ഒന്ന് HC ഓർസ്റ്റഡ് ആണ് മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് കണ്ടുപിടിച്ചത്. അതായത് ഇലക്ട്രിക് കറണ്ടിന് ചുറ്റും അല്ലെങ്കിൽ കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന് ചുറ്റും നമ്മളൊരു കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്യുകയാണെങ്കിൽ അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്ന്. സർക്കുലർ പാത്തിലാണ്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ നമ്മൾ പിന്നീട് കാണുന്നുണ്ട്. സർക്കുലർ പാത്തില് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഒരു സർക്കിൾ അല്ല, കുറേ സർക്കിൾസ് ആയിട്ടുണ്ട്. അപ്പം ആ ഒരു തിയറി ഒക്കെ വന്നത് HC ഓർസ്റ്റഡിന്റെ എക്സ്പെരിമെന്റിന് ശേഷമാണ്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിന്റെ മെയിൻ പോയിന്റ്സിലേക്ക്, ബാക്കി കുറച്ച് സമയം കൂടി ഉണ്ട്. അപ്പൊ ഇതിന്റെ മെയിൻ പോയിന്റ്സിലേക്ക് പോകാം. അതായത് ആദ്യം ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോഴ്സ് എന്താണെന്ന് നോക്കാം. അതായത് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോഴ്സ്, അതായത് നമ്മൾ ഇലക്ട്രിക് ഫോഴ്സിനെ ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ് കൂളം ഫോഴ്സ് ആണ്. അതിന്റെ അതൊക്കെ അത് നമുക്കറിയാം. അപ്പൊ അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഫോഴ്സിന്റെ പേരാണ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. ലോറൻസ് എന്ന് പറയുന്നത് ഒരു സയന്റിസ്റ്റിന്റെ പേരാണ്. മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. ഈ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് പറയുന്നത് ഫോഴ്സ് ഓൺ എ ചാർജ് മൂവിങ് ത്രൂ എ മാഗ്നറ്റിക് ഫീൽഡ്. അതായത് ഒരു ചാർജ് Q ഒരു മാഗ്നറ്റിക് ഫീൽഡ് ബിയിലൂടെ മൂവ് ചെയ്യാണെന്ന് വിചാരിക്കാം. അപ്പൊ അതിന്റെ മുകളിലുള്ള ഫോഴ്സിനെ കുറിച്ചാണ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് പറയുന്നത്. Force on a charge moving through a magnetic field is given by F equal to Q into V cross B. V cross B, cross product. Okay, cross product ne kurichu paranjidillayirunnu alle. നിങ്ങൾ മാത്സിലോ അല്ലെങ്കിൽ ഫിസിക്സിലോ എ ക്രോസ് ബിന്റെ ഡീറ്റെയിൽ അല്ലെങ്കിൽ ക്രോസ് പ്രൊഡക്റ്റിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടോ? മാത്സിൽ ഇപ്പം പഠിച്ചോ? എ ക്രോസ് ബി ഈക്വൽ ടു എ ബി സൈൻ തീറ്റ. മാത്സിൽ വെക്ടേഴ്സ് പഠിക്കാൻ തുടങ്ങിയോ? ഇല്ല ടീച്ചർ. ഇല്ല. ഏതാ? കഴിഞ്ഞ വർഷം A.B അല്ലേ പഠിപ്പിച്ചത്?
ഇത് ജസ്റ്റ് പറഞ്ഞിരുന്നു ഉണ്ടായിരുന്നു. ക്രോസ് ബി പറഞ്ഞായിരുന്നു. ഓക്കെ, അപ്പൊ അതായത് അപ്പൊ അതിലേക്ക് വരാം. അപ്പം ഈ ഇവിടെ വി ക്രോസ് ബി എന്ന് പറയുന്നത് വിയുടെയും ബിയുടെയും മൾട്ടിപ്ലിക്കേഷൻ ആണ്. വെലോസിറ്റിയും മാഗ്നറ്റിക് ഫീൽഡും വെക്ടർ ആയതുകൊണ്ട് നമുക്ക് വെക്ടേഴ്സിനെ രണ്ട് രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്യാം. ഒന്ന് എ ഡോട്ട് ബി, അത് നമ്മുടെ ഡോട്ട് പ്രോഡക്റ്റ്, അത് ഈക്വൽ ടു എന്തായിരുന്നു, എ ബി കോസ് തീറ്റയാണ്. അപ്പൊ അത് അതിന്റെ കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ കമ്പോണന്റ് ഫോമിൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതുപോലെ തന്നെ രണ്ടാമത് ഒരു രീതിയിൽ കൂടെ വെക്ടേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യാം, അതാണ് എ ക്രോസ് ബി. അപ്പൊ ഇതിന് ക്രോസ് പ്രൊഡക്റ്റ് നമ്മൾ സാധാരണ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ ഈ ക്രോസും ഇൻഡും ഡോട്ട് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന് ഒരേ വാല്യൂ തന്നെയായിരുന്നു. പക്ഷെ വെക്ടേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷനിൽ ഈ ക്രോസും ഈ ഡോട്ടിനും അത് ചെയ്താൽ വേറെ വേറെ വാല്യൂസ് ആണ് വരിക. ഇത് എ ഡോട്ട് ബി, ഇത് ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറയും. ഇത് എ ക്രോസ് ബി. എ ക്രോസ് ബി ഈക്വൽ ടു എ ബി സൈൻ തീറ്റ മാത്രമല്ല, അതിനൊരു ഡയറക്ഷനും കൂടി ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഇത് വെക്റ്റർ പ്രൊഡക്റ്റ് എന്നാണ് വിളിക്കുക. വെക്റ്റർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് അതർവൈസ് കോൾഡ് ക്രോസ് പ്രൊഡക്റ്റ്. ഇത് നമ്മുടെ എന്തായിരുന്നു, ഡോട്ട് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സ്കാലാർ പ്രൊഡക്റ്റ് ആയിരുന്നു. സ്കാലാർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഡോട്ട് പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ഇവിടെ ക്യൂ എന്ന് പറയുന്നത്, ചാർജ് എന്ന് പറയുന്നത് ഒരു സ്കാലാർ ക്വാണ്ടിറ്റി ആണ്. പക്ഷെ വെലോസിറ്റിയും അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡും വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ പ്രോഡക്റ്റ് ഡോട്ടാണോ ക്രോസ് ആണോ എന്ന് വ്യക്തമായിരിക്കണം. അപ്പൊ ഇത് ക്രോസ് പ്രൊഡക്റ്റ് ആണ്. സോ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ഈസ് ദ ഫോഴ്സ് ഓൺ എ ചാർജ് മൂവിംഗ് ത്രൂ എ മാഗ്നറ്റിക് ഫീൽഡ് ബി ഈസ് ഗിവൺ ബൈ F ഈക്വൽ ടു Q V ക്രോസ് ബി എന്നാണ്. അപ്പൊ ഇത് നമ്മൾ ആ വി ക്രോസ് ബി ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതുവാണെങ്കിൽ Q ഇൻറ്റു വി ബി സൈൻ തീറ്റ എന്ന് വരും. ഇൻറ്റു അത് മാത്രമല്ല, ഇത് മാഗ്നിറ്റ്യൂഡ് മാത്രമല്ല, അതിന്റെ കൂടി ഒരു ഡയറക്ഷനും കൂടി ഉണ്ടാവും. കാരണം ഈ ഫോഴ്സ് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ് അല്ലെ. അപ്പൊ വി ക്രോസ് ബി എടുത്താൽ അതും ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആയിരിക്കും. അപ്പം എഫ് ഈക്വൽ ടു ക്യൂ വി ബി സൈൻ തീറ്റ എൻ ക്യാപ് കിട്ടും. അപ്പൊ നിങ്ങൾ ഈ ചാപ്റ്ററിന്റെ ഹെഡിങ് കൊടുത്തിട്ട് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എഴുതുക. എന്നിട്ട് എഴുതുക ഫോഴ്സ് ഓൺ എ ചാർജ്, മാഗ്നറ്റിക് ഫോഴ്സ് ഓൺ എ ചാർജ് ക്യൂ മൂവിംഗ് ത്രൂ എ മാഗ്നറ്റിക് ഫീൽഡ് ബി is F equal to Q V cross B. Q എന്ന് പറഞ്ഞ ചാർജ്, B മാഗ്നറ്റിക് ഫീൽഡ്, അതുപോലെ തന്നെ V എന്ന് പറയുന്നത് വെലോസിറ്റി. V വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ. അതുപോലെ നോട്ടിന്റെ സൈഡിലായിട്ട് ഈ എ ഡോട്ട് ബി നമുക്ക് അറിയാലോ, ഈ എ ക്രോസ് ബി ഒന്ന് എഴുതി വെക്കാം. എ ക്രോസ് ബി ഈക്വൽ ടു എ ബി സൈൻ തീറ്റ ഇൻറ്റു എൻ ക്യാപ്. അപ്പൊ അത് വെക്റ്റർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ക്രോസ് പ്രൊഡക്റ്റ് എന്ന് പറയും. എഴുതിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ എഫ് ഈക്വൽ ടു Q ഇൻറ്റു വി ക്രോസ് ബി, ദാറ്റ് ഈസ് ക്യൂ വി ബി സൈൻ തീറ്റ, മാഗ്നിറ്റ്യൂഡ് മാത്രമാണെങ്കിൽ ഇൻറ്റു എൻ ക്യാപ്. അപ്പൊ ഇതിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് നെക്സ്റ്റ് ടോപ്പിക്കിൽ പറയാം. ഇതിന്റെ 2-3 സ്പെഷ്യൽ കേസും കൂടെ പറഞ്ഞു നിർത്താം. അതായത് ഈ മാഗ്നറ്റിക് ഫോഴ്സ്, നമുക്കൊരു മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ ഉണ്ടെന്ന് വിചാരിക്കാം. മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയുണ്ട്, ഒരു ചാർജ് ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു, ക്യൂ എന്ന് പറഞ്ഞ ചാർജ് വി വെലോസിറ്റിയിൽ ഇങ്ങനെ മൂവ് ചെയ്യുന്നു. അപ്പൊ എന്തൊക്കെ ഈ മാഗ്നറ്റിക് ഫോഴ്സ്, അപ്പൊ അതിന്റെ മുകളിലുള്ള ഫോഴ്സിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ഈ മാഗ്നറ്റിക് ഫോഴ്സിന്റെ പ്രത്യേകത എന്ന് നോക്കാം. ഒന്ന്, ഇതിന്റെ സ്പെഷ്യൽ കേസസ്. സ്പെഷ്യൽ കേസസ് എ, ഇഫ് വെലോസിറ്റി ഓഫ് ദ ചാർജ് ഈസ് 0, അതായത് ചാർജ് സ്റ്റേഷനറി ആണെന്ന് വിചാരിക്കുക. സ്റ്റേഷനറി ചാർജ് ആണ്, നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, ചാർജ് മൂവ് ചെയ്യുന്നില്ല. ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ചാർജ് വെറുതെ ഇരിക്കുവാന്ന് വിചാരിക്കുക, ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് വെറുതെ ഇരിക്കുവാണ്.
അപ്പൊ അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് ഫോഴ്സ് എന്തായിരിക്കും? എഫ് വിൽ ബി ഈക്വൽ ടു ക്യൂ വി ബി സൈൻ തീറ്റ ഇൻറ്റു എൻ ക്യാപ്പ് ആണ്, അല്ലെങ്കിൽ ക്യൂ വി ക്രോസ് ബി ആണ്. വി 0 ആണെങ്കിൽ മാഗ്നറ്റിക് ഫോഴ്സ് എന്തായിരിക്കും? എന്തായിരിക്കും ആലോചിച്ച് നോക്കുക. ക്യൂ ഇൻറ്റു വി ഇൻറ്റു ബി ഇൻറ്റു 0. 0 ആയിരിക്കും. അപ്പൊ അതാണ് ഒന്നാമത്തേത്. അതായത് ഒരു ചാർജ് ഒരു മാഗ്നറ്റിക് ഫീൽഡിലൂടെ മൂവ് ചെയ്താൽ മാത്രമാണ് ആ മാഗ്നറ്റിക് ഫീൽഡിന് ഒരു ഫോഴ്സ് കൊടുക്കാൻ പറ്റുള്ളൂ. അതായത് അതിന് ഏതെങ്കിലും ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. ഒരു സ്റ്റേഷനറി ചാർജിന്റെ മുകളിൽ മാഗ്നറ്റിക് ഫോഴ്സ് ഒന്നുമില്ല. പക്ഷെ നമ്മുടെ ഇലക്ട്രിക് ഫോഴ്സ് ആണെങ്കിൽ പ്ലേ ചെയ്യും. കാരണം എഫ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു ഇ എന്ന് പറയുന്ന നമ്മുടെ ഇലക്ട്രിക് ഫോഴ്സ് ഉണ്ട്. ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെങ്കിൽ അവിടെ ഒരു ചാർജ് വെറുതെ വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതിന്റെ മുകളിൽ ഫോഴ്സ് ഉണ്ടാവും. പക്ഷെ ചാർജസ് മൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ടാവുള്ളൂ. സോ മാഗ്നറ്റിക് ഫോഴ്സ് ഓൺ എ സ്റ്റേഷനറി ചാർജ് ഈസ് 0. അപ്പൊ അതാണ് ഫസ്റ്റ് കേസ്. ഇനി സെക്കൻഡ് കേസ്, ഇഫ് ആംഗിൾ തീറ്റ ഈക്വൽ ടു 0 ഡിഗ്രി ഓർ 180 ഡിഗ്രി. അതായത് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണ്, ആ ബി ഇങ്ങനെയാണ്, അതേ ഡയറക്ഷൻ തന്നെയാണ് ചാർജ് മൂവ് ചെയ്യുന്നത്. ക്യൂ ചാർജ് വി വെലോസിറ്റിയിൽ അതേ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു. അല്ലെങ്കിൽ നേരെ തിരിച്ച് ഇപ്പൊ മാഗ്നറ്റിക് ഫീൽഡിന് ഇത് സെയിം ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നതും സെയിം ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു. വി വെലോസിറ്റിയിൽ ക്യൂ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോഴാണ് നമ്മൾ ആംഗിൾ 180 എടുക്കാൻ പറ്റുക. അപ്പൊ ആ കേസ്, രണ്ട് കേസിലും ക്യൂ ഇൻറ്റു വി ഇൻറ്റു ബി സൈൻ 0 അല്ലെങ്കിൽ സൈൻ 180 വരും. എന്താണ് സൈൻ 0യും സൈൻ 180യും? 0. സൈൻ രണ്ടും സീറോസ് ആണ് അല്ലെ? അപ്പൊ ആ കേസിൽ എന്ത് തന്നെ വരും? മാഗ്നറ്റിക് ഫോഴ്സ് വിൽ ബി 0. അതായത് ഒരു മാഗ്നറ്റിക് ഫീൽഡിന് പാരലായിട്ട് എൻ്റർ ചെയ്യുന്ന ഒരു ചാർജോ അല്ലെങ്കിൽ അതിന് ആന്റി പാരലൽ, സെയിം ഡയറക്ഷൻ ആണെങ്കിൽ നമുക്ക് പാരലൽ എന്ന് പറയാം, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ ആന്റി പാരലൽ എന്ന് പറയാം. പാരലായിട്ടോ ആന്റി പാരലായിട്ടോ എൻ്റർ ചെയ്യുന്ന ഒരു ചാർജിന്റെ മുകളിലും ഉള്ള മാഗ്നറ്റിക് ഫോഴ്സ്, മാഗ്നറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോഴ്സ് 0 ആയിരിക്കും. അപ്പൊ ഇതാണ് രണ്ട് കണ്ടീഷൻസ്. ഇനി ഇത് ഏറ്റവും മാക്സിമം വരുന്ന കേസും കൂടെ പറഞ്ഞു നിർത്താം. അതായത് ആംഗിൾ തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി. അതായത് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയുണ്ട്, അപ്പൊ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ചാർജ് മൂവ് ചെയ്യുന്നതിരിക്കുക. നമ്മുടെ ചാർജ് ഒരു പോസിറ്റീവ് ചാർജ് ആണ്, അത് ക്യൂ എന്ന് പറഞ്ഞ ചാർജ്. ഇപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ടാണുള്ളത്, അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് മൂവ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും മാഗ്നറ്റിക് ഫോഴ്സ് വരിക? സൈൻ 90 വരും അല്ലെ? സൈൻ 90യുടെ വാല്യൂ എത്രയാ? 1. സൈൻ 90 1 ആണ് അല്ലെ? അപ്പൊ അതായത് നമുക്ക് മാക്സിമം ഫോഴ്സ് ആണ് അവിടെ കിട്ടുക. എഫിന്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ എൻ ക്യാപ്പിനെ അങ്ങ് മറക്കുക. അപ്പൊ മാക്സിമം ഫോഴ്സ് കിട്ടും ക്യൂ ഇൻറ്റു വി ഇൻറ്റു സൈൻ തീറ്റ 1 ആണ്. So when the charge is moving perpendicular to magnetic field, the magnetic force is maximum. ബാക്കി അടുത്ത ഓൺലൈൻ ക്ലാസ്സിൽ എടുക്കാം. എനിക്കൊരു തലവേദനയായിരുന്നു, അതുകൊണ്ടാണ് തലവേദനയല്ല തല കറക്കമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ക്ലാസ് വൈകിയത്. അപ്പൊ അടുത്ത ഓൺലൈൻ ക്ലാസ്സിൽ